No, I'm not sure. I like two children in interview main tips. പ്രീ പ്രൈമറി ടീച്ചർ ഇന്റർവ്യൂവിൽ പുതിയ ടീച്ചർമാർ വരുത്താൻ സാധ്യതയുള്ള മിസ്റ്റേക്സ് ഏതൊക്കെയാണെന്ന് അറിയാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ മിസ്റ്റേക്സ് ഒക്കെ നിങ്ങൾക്ക് ഒഴിവാക്കാൻ വേണ്ടി കഴിയും. മാത്രമല്ല ഈ വീഡിയോയിൽ കുറച്ച് ടിപ്സ് കൂടി പറയുന്നുണ്ട്. ഇത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കോൺഫിഡൻസ് ലെവൽ ഒന്നുകൂടി കൂടും, ഇന്റർവ്യൂവിൽ നിങ്ങൾക്ക് വിജയിക്കാനും കഴിയും. അപ്പൊ എല്ലാവർക്കും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണറിലേക്ക് സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യണേ. അതുപോലെ ഇത് ഹെൽപ്ഫുൾ ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ മറ്റു ടീച്ചേഴ്സിന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ടീച്ചർ ഇന്റർവ്യൂവിന് സെലക്ഷൻ കിട്ടാതെ പോകുന്നതിന് കാരണമായിട്ടുള്ള 5 പ്രധാനപ്പെട്ട മിസ്റ്റേക്സ് അതെന്താണെന്ന് നിങ്ങൾക്ക് അറിയണ്ടേ? നോ, ഐ എം നോട്ട് ഷുവർ. ഇതുപോലെ ഇന്റർവ്യൂവേഴ്സിന്റെ മുമ്പിൽ നിങ്ങൾ പരിഭ്രാന്തിയായി ഐ എം നോട്ട് ഷുവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കാണിക്കുന്നത് നിങ്ങളുടെ കോൺഫിഡൻസ് ഇല്ലായ്മയെയും നിങ്ങളുടെ പ്രിപ്പറേഷൻ കുറവിനെയുമാണ് കാണിക്കുന്നത്. അപ്പൊ പിന്നെ ഇവിടെ നിങ്ങൾ എന്താണ് പറയേണ്ടത്? അതായത് ഐ വുഡ് ഹാൻഡിൽ ദാറ്റ് ബൈ എന്ന് ക്വസ്റ്റ്യൻ അനുസരിച്ച് ആൻസർ പറയാം. അല്ലെങ്കിൽ ഇൻ മൈ എക്സ്പീരിയൻസ് ഐ ഹാവ് സീൻ ദാറ്റ് എന്നും പറയാം. ചുരുക്കത്തിൽ ഇന്റർവ്യൂ ചെയ്യുന്നവർ ചോദിക്കുന്നതിന്റെ ആൻസർ ശരിക്കും നിങ്ങൾക്ക് അറിയില്ലെങ്കിലും നിങ്ങൾ കോൺഫിഡൻസോട് കൂടി അവരെ ഒന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു ആൻസർ തീർച്ചയായിട്ടും പറയണം. അല്ലാണ്ട് ഐ എം നോട്ട് ഷുവർ എന്നൊരിക്കലും പറയരുത്. ഇതാണ് ഒന്നാമതായിട്ട് നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്ത മിസ്റ്റേക്ക്. ഇനി രണ്ടാമതായിട്ട് ഡോണ്ട് വെയർ ഫ്ലാഷി ഡ്രസ് ആൻഡ് ആക്സസറീസ്. അതായത് ബ്രൈറ്റ് കളറായിട്ടുള്ള ഒരുപാട് വർക്കൊക്കെ ഉള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ട് പോയാൽ ഇന്റർവ്യൂ പാനലിന് തീർച്ചയായിട്ടും ഒരു അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പൊ പിന്നെ നിങ്ങൾ എന്ത് ധരിക്കണം? സിമ്പിൾ ആയിട്ടുള്ള സാരി അല്ലെങ്കിൽ ലൈറ്റ് കളർ ആയിട്ടുള്ള ചുരിദാർ, അങ്ങനെ എന്തെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. അതായത് ഇന്റർവ്യൂവിന് പോകുമ്പോൾ ഒരു പ്രൊഫഷണൽ ടീച്ചർ ലുക്ക് തന്നെ നിങ്ങൾ വരുത്താൻ വേണ്ടി ശ്രമിക്കുക. ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഡോണ്ട് സേ ഐ ലവ് ചിൽഡ്രൻ ഓൺലി, എക്സ്പ്ലെയിൻ ഹൗ. അതായത് ഇന്റർവ്യൂർ എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അതിന് ആൻസർ ആയിട്ട് ബിക്കോസ് ഐ ലവ് ചിൽഡ്രൻ അങ്ങനെ മാത്രം ആൻസർ പറയാതിരിക്കുക. ഈ ഐ ലവ് ചിൽഡ്രൻ എന്ന ആൻസർ മിക്കവാറും കാൻഡിഡേറ്റ്സ് പറയുന്ന ഒരു ആൻസർ തന്നെയാണ്. അപ്പൊ പിന്നെ നിങ്ങൾ എങ്ങനെ പറയണം? ഐ ലവ് ചിൽഡ്രൻ ആൻഡ് ഐ കണക്ട് വിത്ത് ദം ത്രൂ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് പപ്പറ്റ് പ്ലേ. ഐ ഓഫൺ യൂസ് റൈം ആൻഡ് ഹാൻഡ് ആക്ഷൻസ് ടു ഗ്രാബ് ദർ അറ്റൻഷൻ. ഇങ്ങനെയാണ് നിങ്ങൾ ആൻസർ പറയേണ്ടത്. ഇനി നാലാമത്തേത് ഡോണ്ട് ഫോർഗെറ്റ് എ ടീച്ചിങ് എയ്ഡ്. ഇതുപോലെ കയ്യിൽ ഒരു ടീച്ചിങ് എയ്ഡും ഇല്ലാതെ ക്ലാസ്സിൽ ഇങ്ങനെ ടീച്ചർ പരിഭ്രാന്തിയായി നിൽക്കുന്നു. ഇതുപോലൊരു അവസ്ഥ നിങ്ങൾ ഉണ്ടാക്കരുത്. എന്ന് വെച്ചാൽ ഒരിക്കലും പ്രീ പ്രൈമറി ക്ലാസ്സിലേക്ക് പോകുമ്പോൾ TLM ഇല്ലാതെ നിങ്ങൾ പോകരുത്. പ്രീ പ്രൈമറി ടീച്ചിങ് ഈസ് വിഷ്വൽ പ്ലസ് പ്ലേഫുൾ. അപ്പൊ പിന്നെ നിങ്ങൾ ക്ലാസ്സിലേക്ക് എന്തൊക്കെ കൊണ്ടുപോകണം? എ പപ്പറ്റ്, ഫ്ലാഷ് കാർഡ്സ്, എ പിക്ചർ ചാർട്ട് ഓർ സ്മോൾ ഒബ്ജക്റ്റ്. ഇനി അഞ്ചാമതായിട്ട് ഡോണ്ട് പാനിക്. I like two children in first of all ഇതുപോലെ നിങ്ങൾ വേർക്കുകയും അതുപോലെ വിക്കി സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഇന്റർവ്യൂ സമയത്ത് ഒഴിവാക്കുക. കാരണം നിങ്ങൾ നെർവസ് ആയി കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ബോഡി ലാംഗ്വേജിനെയും നിങ്ങളുടെ സ്പീക്കിംഗ് ക്ലാരിറ്റിയെയും ബാധിക്കും. അപ്പൊ പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ടേക്ക് എ ഡീപ് ബ്രീത്ത് ബിഫോർ എൻറ്ററിങ്. സ്മൈൽ, മെയിൻറ്റെയിൻ ഐ കോണ്ടാക്ട്. ഇഫ് യു ഫോർഗോട്ട് സംതിങ്, പോസ് ആൻഡ് കണ്ടിന്യൂ കാംലി. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഇന്റർവ്യൂ ചെയ്യുന്നവർ നിങ്ങളുടെ പെർഫെക്ഷൻ അല്ല നോക്കുന്നത്, മറിച്ച് നിങ്ങളുടെ പോസിറ്റിവിറ്റിയും പ്രസൻസ് ഓഫ് മൈൻഡും ആണ് അവർ നോക്കുന്നത്. ഇനി നമുക്കൊരു ഡെമോ ക്ലാസ് എടുക്കാൻ വേണ്ടി പോകുന്ന ഒരു ടീച്ചറുടെ തയ്യാറെടുപ്പുകൾ എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. പ്രിപ്പയർ കോമൺ ക്വസ്റ്റ്യൻസ് അലൗഡ്. റെക്കോർഡ് യുവർ ക്ലാസ് ഡെമോ ഓൺ മൊബൈൽ. പ്രിപ്പയർ എ റൈം ഓർ സ്റ്റോറി. പ്ലാൻ എ 10 minutes lesson plan for pre-primary class. Interview main tips. Dress simple, neat and comfortable. Carry flashcard,
storybook and puppets. Prepare 2 demo topics: animals, colors, alphabets. Smile. Keep your tone soft and friendly. Add a surprise activity: sing a song or play a guessing game. ശരിക്കും നിങ്ങളുടെ ഒരു സ്വപ്നമാണ് ടീച്ചിങ് ജോബ് ലഭിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇന്റർവ്യൂവിന്റെ ഓരോ സെക്കൻഡും വളരെ പ്രധാനപ്പെട്ടതുമാണ്. അതുപോലെ ഈ ഇന്റർവ്യൂ എന്ന് പറയുന്നത് നിങ്ങളെ ചോദ്യം ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ഒന്നും അല്ല. നിങ്ങളുടെ ടീച്ചിങ് മെത്തേഡ്, അതാണ് ഇന്റർവ്യൂ പാനലിന് അറിയേണ്ടത്. അതുപോലെ വളരെ കോൺഫിഡൻസോട് കൂടി വേണം നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും ആൻസർ നൽകാൻ. അപ്പോൾ ഇതുപോലുള്ള റിയൽ ടിപ്സ് ലഭിക്കാൻ എല്ലാവരും ആക്റ്റീവ് ടീച്ചേഴ്സ് കോർണർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ പുതിയ ടീച്ചർമാരെ നമുക്കൊരു ഫാമിലി ആയിട്ട് തന്നെ മുന്നോട്ട് പോകാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്റർവ്യൂവിന് ചോദിക്കുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ വേണം എന്നുണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. അങ്ങനെയാണെങ്കിൽ ഞാൻ പുതിയൊരു വീഡിയോ ചെയ്യാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.